ഇന്ത്യയിലെ ഗതാഗത രംഗത്ത് ഒരു പുതിയ മാറ്റം. ഭാരത് ടാക്സി രാജ്യത്തിന്റെ ആദ്യ സഹകരണ ടാക്സി സർവീസ്. ഡ്രൈവർമാരുടെയും യാത്രക്കാരുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ഒരു പുതിയ ആപ്പ് രൂപം കൊള്ളാൻ പോവുകയാണ്. എന്താണ് ഭാരത് ടാക്സി? ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്? എങ്ങനെയാണ് ഇത് ഇന്ത്യയിലെ ടാക്സി മേഖലയെ മാറ്റിമറിക്കാൻ പോകുന്നത്? എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോ മുഴുവനായി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇതുപോലുള്ള നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഈ ഒരു ചാനലിലൂടെ കാണാൻ സാധിക്കും. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. നിലവിൽ ഇന്ത്യയിലെ ടാക്സി മേഖലയെ നിയന്ത്രിക്കുന്നത് ഒട്ടുമിക്ക സ്വകാര്യ ആപ്പുകളാണ്. നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഊബർ, ഓല, റാപ്പിഡോ എന്നിവയാണ് ഇപ്പോൾ നിലവിൽ ഇന്ത്യയിലെ ടാക്സി മേഖലയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ആപ്പുകളുടെ ആദ്യകാലത്ത് നമുക്ക് എല്ലാവർക്കും ഇത് വളരെ യൂസ്ഫുൾ ആയിരുന്നു. ഇത് വളരെ യൂസർ ഫ്രണ്ട്ലി ആയിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈസിലി അക്സസബിൾ ആയിരുന്നു. നമുക്ക് റേറ്റും കുറവായാണ് ലഭിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ കാലങ്ങൾ കഴിയുന്തോറും ഈ ഒരു ആപ്പുകളിലും മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് യാത്രക്കാരും അതുപോലെ തന്നെ ടാക്സി ഡ്രൈവർമാരും ഒരേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഡ്രൈവർമാരുടെ പരാതി അവർക്ക് ലഭിക്കുന്ന കമ്മീഷന്റെ 25% ആ ഒരു കമ്പനിയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഡ്രൈവർമാർക്ക് കാര്യമായ വരുമാനമൊന്നും ലഭിക്കുന്നില്ല എന്നാണ് അവരുടെ പരാതി. ഓൺലൈൻ ബോണസുകൾ ഒന്നും തന്നെ ലഭിക്കുന്നില്ല, യാത്രാ നിരക്ക് കുറയുന്നു, ചിലവ് കൂടുന്നു എന്നതും അവരുടെ ഒരു പ്രധാന പ്രശ്നമായി നിലനിൽക്കുകയാണ്. ഡ്രൈവർമാർ മാത്രമല്ല യാത്രക്കാരും ഇതുപോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. നിരക്കുകൾ മാറിമറിയുന്നു, അതുപോലെ തന്നെ യാത്രകൾ റദ്ദാക്കുന്നു എന്നിങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഞാൻ ഉൾപ്പെടെയുള്ള നമ്മൾ എല്ലാവരും ഫേസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ ഭാരത് ടാക്സി എങ്ങനെയാണ് നമുക്ക് യൂസ്ഫുൾ ആയി മാറുന്നതെന്ന് നോക്കാം. ഇന്ത്യയുടെ സഹകരണ മന്ത്രാലയമാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. അമൂൽ പോലുള്ള വിജയഗാഥകൾക്ക് പിന്നാലെ ഇപ്പോൾ ഗതാഗത മേഖലയിൽ വലിയൊരു മാറ്റം വരുത്താനാണ് ഈ ഒരു പദ്ധതിയുടെ ലക്ഷ്യം. ഈ ഒരു സംരംഭം ആദ്യമായി ആരംഭിക്കുന്നത് ഡൽഹിയിലാണ്. ആദ്യം ഡൽഹിയിൽ ആരംഭിച്ച് രാജ്യത്തുടനീളം ഈ ഒരു പദ്ധതി വ്യാപിപ്പിക്കാനാണ് സർക്കാരിന്റെ ലക്ഷ്യം. ഇനി നമുക്ക് ഈ ഒരു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്താണെന്ന് നോക്കാം. ഡ്രൈവർമാരുടെ കമ്മീഷൻ ഇല്ലാതാക്കുക, അതുപോലെ തന്നെ ഡ്രൈവർമാർക്ക് തന്നെ അവരുടെ ഉടമസ്ഥാവകാശം നൽകുക എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമായി നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല യാത്രക്കാരന്റെ സുതാര്യ നിരക്ക് ഉറപ്പാക്കുക. നമുക്കറിയാം, നമ്മൾ ഓരോ പ്ലാറ്റ്ഫോമിലും നോക്കുമ്പോഴും ഓരോ തരത്തിലുള്ള വിലയാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വണ്ടി ബുക്ക് ചെയ്യണമെന്ന് ഓർക്കുക. അപ്പോൾ നിങ്ങൾ ഊബറിൽ നോക്കുമ്പോൾ ഒരു റേറ്റ് ആയിരിക്കും, അതുപോലെ തന്നെ റാപ്പിഡിൽ നോക്കുമ്പോൾ വേറൊരു റേറ്റ് ആയിരിക്കും, ഓലയിൽ നോക്കുമ്പോൾ മറ്റൊരു റേറ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ഭാരത് ടാക്സി എന്ന പദ്ധതിയിലൂടെ സുതാര്യമായ നിരക്ക് ഉറപ്പാക്കും. ഇനി നമുക്ക് ഈ പദ്ധതിയിലൂടെ ഡ്രൈവർമാർക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സാധാരണ ഒരു ആപ്പിൽ ഒരു ഡ്രൈവർ ആ ഒരു ആപ്പിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡ്രൈവർമാരുടെ കയ്യിൽ നിന്ന് ഏകദേശം 20% മുതൽ 25% വരെ കമ്മീഷൻ ആ ഒരു ആപ്പ് എടുക്കുന്നുണ്ട്. പക്ഷേ ഭാരത് ടാക്സിയിൽ അതുണ്ടാവില്ല. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, അപ്പോൾ ഈ ഒരു ആപ്പിന്റെ വർക്കിംഗ് എങ്ങനെയാണ്? നോർമലി നമ്മൾ ഇത്തരത്തിലൊരു ആപ്പ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ ഒരു ഡ്രൈവറിന്റെ കയ്യിൽ നിന്ന് 20% മുതൽ 25% വരെ കമ്മീഷൻ പിടിക്കുന്നു. പക്ഷേ ഭാരത് ടാക്സി എന്നൊരു ആപ്പിൽ നിങ്ങൾ അങ്ങോട്ടും സ്വീകരിക്കുമ്പോൾ മന്ത്ലി അല്ലെങ്കിൽ വീക്ക്ലി ഒരു എമൗണ്ട് നൽകേണ്ടി വരും. അതൊഴിച്ചാൽ ഡ്രൈവർമാർക്ക് ഒരു തുകയും നൽകേണ്ടതില്ല. നിങ്ങളുടെ ആ ഒരു തുക, നിങ്ങൾ എത്ര രൂപയാണ് ഈടാക്കുന്നത്, ആ ഒരു തുക നിങ്ങൾക്ക് മുഴുവനായി നേടാൻ സാധിക്കും. അതായത് ഡ്രൈവർമാർക്ക് പൂർണ്ണ ഉടമസ്ഥാവകാശം നൽകുക എന്നതാണ് ഈ ഒരു ആപ്പിന്റെ പ്രധാന ഗുണമായി നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. സിമ്പിളായി പറയുകയാണെങ്കിൽ, ഒരു ഡ്രൈവർ ഇപ്പോൾ മന്ത്ലി ഒരു 50,000 രൂപ സമ്പാദിക്കുന്നു എന്ന് കരുതുക. ആ ഒരു 50,000 രൂപ പൂർണ്ണമായും ആ ഒരു ഡ്രൈവർക്ക് തന്നെ നേടാൻ സാധിക്കും. നോർമലി ഈ ഒരു ഡ്രൈവർ മറ്റ് ആപ്പുകൾ വഴി രജിസ്ട്രേഷൻ ചെയ്യുകയാണെങ്കിൽ ഏകദേശം 20% മുതൽ 25% വരെ നഷ്ടമാകുന്നു. പക്ഷേ ഭാരത് ടാക്സിയിലൂടെ എത്ര രൂപയാണോ ഈ ഒരു ഡ്രൈവർ ആ ഒരു ഡ്രൈവിംഗിലൂടെ സമ്പാദിക്കുന്നത്, അത് പൂർണ്ണമായി അദ്ദേഹത്തിന് തന്നെ നേടാൻ സാധിക്കുന്നു. അപ്പോൾ ഈ ഒരു ഭാരത് ടാക്സി എന്നൊരു ആപ്പിലൂടെ ഇന്ത്യയിലെ ഡ്രൈവർമാരുടെ ജീവിത രീതി തന്നെ മാറിമറിയാൻ പോവുകയാണ്. ഇനി നമുക്ക് ഈ ഒരു ആപ്പിന്റെ ടെക്നോളജിയും അതുപോലെ തന്നെ സേവനങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. ഭാരത് ടാക്സി ആപ്പ് നാഷണൽ ഇ ഗവേണൻസ് ഡിവിഷൻ വികസിപ്പിക്കുന്ന മൊബൈൽ ആപ്പിലൂടെ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. മൊബൈൽ ആപ്പിലൂടെ നമുക്ക് യാത്ര ബുക്ക് ചെയ്യാൻ സാധിക്കും. അത് മാത്രമല്ല, നമുക്ക് ഈ ഒരു ആപ്പിലൂടെ ഓൺലൈൻ പേയ്മെന്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ റിയൽ ടൈം ട്രാക്കിംഗ് ചെയ്യാൻ സാധിക്കും. അത് മാത്രമല്ല, സുരക്ഷാ അലർട്ട് സംവിധാനങ്ങളും ഇതിലൂടെ നമുക്ക് നേടാൻ സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു ആപ്പിന്റെ മറ്റ് പ്രധാന സവിശേഷതകളായി എടുത്തു പറയാൻ സാധിക്കുന്നത് വനിതാ ഡ്രൈവർമാർക്കായി പ്രത്യേക റൂട്ടുകൾ, പരിസ്ഥിതി സൗഹൃദ ഇലക്ട്രിക് ടാക്സികൾ,
അതുപോലെ തന്നെ പൗരന്മാർക്ക് സഹകരണ മാർഗത്തിലൂടെ ഉടമസ്ഥാവകാശം നേടാനുള്ള അവസരവും ലഭിക്കുന്നു. ഇത്രയും സമയം പറഞ്ഞതനുസരിച്ച് ഈ ഒരു ഭാരത് ടാക്സിയുടെ സവിശേഷതകൾ അതുപോലെ തന്നെ എന്താണ് ഭാരത് ടാക്സി എന്നത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് ഭാരത് ടാക്സിയുടെ പ്രവർത്തന ഘട്ടം എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞു, ആദ്യഘട്ടത്തിൽ ഡൽഹിയിലാണ് സേവനം തുടങ്ങുന്നത്. ആദ്യഘട്ടത്തിൽ ഈ ഒരു പദ്ധതിയിലൂടെ 650 ടാക്സികളും 650 ഡ്രൈവർമാരും ഉണ്ടായിരിക്കും. അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാൻ പോകുന്നത് മുംബൈ, പൂനെ, ലക്നൗ, ജയ്പൂർ, ഭോപ്പാൽ തുടങ്ങിയ നഗരങ്ങളിലേക്കും ഇത് വ്യാപിപ്പിക്കും. 2030 1 ലക്ഷം ഡ്രൈവർമാരെ ഉൾപ്പെടുത്തി രാജ്യത്തിലെ പല പ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും ഈ ഒരു പദ്ധതി വ്യാപിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യം. ഇനിഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ആയി ഏകദേശം 300 കോടി രൂപയാണ് ഈ ഒരു പദ്ധതിക്ക് വേണ്ടി സമാഹരിച്ചിരിക്കുന്നത്. സഹകരണ വകുപ്പും NCDC-യും സാമ്പത്തിക പിന്തുണ നൽകും. ഇനി നമുക്ക് ഈ ഒരു പദ്ധതിയിൽ ആരാണ് നേതൃത്വം നൽകുന്നത്, മാനേജ്മെന്റ് സിസ്റ്റം എങ്ങനെയാണ് എന്നൊക്കെ പരിശോധിക്കാം. ഭാരത് ടാക്സി എന്ന സംരംഭത്തിന്റെ ചെയർമാനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഭാരത് മേത്തയെയാണ്. അമൂലിന്റെ മുൻ മാനേജിംഗ് ഡയറക്ടറായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മേഖലയിൽ അദ്ദേഹത്തിന് വളരെ വലിയ പ്രവർത്തന പരിചയമുണ്ട്. അപ്പോൾ ഭാരത് ടാക്സിയിലും ആ ഒരു പ്രവർത്തന പരിചയം വളരെ വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്ട് നൽകുമെന്നതിൽ നമുക്ക് സംശയമില്ല. ഈ ഒരു പദ്ധതിയുടെ വൈസ് ചെയർമാനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് രോഹിത് ഗുപ്തയാണ്. അദ്ദേഹം NCDC ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ ആയിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അതായത് ഇപ്പോഴത്തെ ഭരണ സംവിധാനം തന്നെയാണ് ഈ ഒരു പദ്ധതിയുടെ മേൽനോട്ടം വഹിക്കുന്നത്. ഈ ഒരു പദ്ധതിക്കും മേൽനോട്ടം വഹിക്കുന്നത്. ഇതിലൂടെ ഈ ഒരു പദ്ധതിയുടെ വിശ്വസ്തത നമുക്ക് ഉറപ്പുവരുത്താൻ സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു പദ്ധതിയുടെ ഭാവി പ്രതീക്ഷകളും അതുപോലെ തന്നെ ഈ ഒരു പദ്ധതി നേരിടുന്ന വെല്ലുവിളികളും എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത്തരത്തിൽ രാജ്യത്തെ മുഴുവൻ ടാക്സി മേഖലയെ ഏകോപിപ്പിച്ച് ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നത് ഒരു ചെറിയ കാര്യമല്ല. ഈ ഒരു പദ്ധതിയുടെ മൂലധനം, മാനേജ്മെന്റ്, സേവന നിലവാരം എന്നിവയെല്ലാം ഉൾക്കൊണ്ട് അതെല്ലാം വളരെ കൃത്യമായി പ്രവർത്തിച്ചാൽ മാത്രമേ ഈ ഒരു പദ്ധതി സക്സസ്ഫുൾ ആയി മാറുകയുള്ളൂ. ഈ ഒരു പദ്ധതി വിജയകരമായി നടപ്പാകുകയാണെങ്കിൽ വലിയ മാറ്റമാണ് ഇന്ത്യയിലെ ടാക്സി മേഖലയിൽ വരാൻ പോകുന്നത്. അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ നോർമലി ഇപ്പോൾ നിലവിലുള്ള ഈ ഒരു ഓൺലൈൻ ഊബർ, ഓല പോലുള്ളവയിൽ നമ്മൾ ബുക്ക് ചെയ്യുകയാണെങ്കിൽ ഡ്രൈവർമാരുടെ കയ്യിൽ നിന്ന് ഏകദേശം 20 മുതൽ 25% വരെ നഷ്ടമാവുകയാണ്. പക്ഷേ ഭാരത് ടാക്സി വരികയാണെങ്കിൽ ഇത്തരത്തിൽ ഡ്രൈവർമാരുടെ കയ്യിൽ നിന്ന് വലിയ തുകയൊന്നും നഷ്ടമാകുന്നില്ല. ഇനിഷ്യലി മന്ത്ലിയോ വീക്ക്ലിയോ നൽകുന്ന ആ ഒരു തുക മാത്രമേ പോകുകയുള്ളൂ. ബാക്കി മുഴുവൻ തുകയും ഈ ഒരു ഡ്രൈവറിന് സ്വന്തമാക്കാൻ സാധിക്കും. അങ്ങനെ ഡ്രൈവർമാരുടെ ജീവിത നിലവാരം ഉയരുകയും ചെയ്യുന്നു. ഡ്രൈവർമാർക്ക് മാത്രമല്ല ഇത് ഗുണം ചെയ്യുന്നത്, യാത്രക്കാർക്കും ഇത് ഗുണം ചെയ്യും. ഇത്തരത്തിൽ യാത്രയുടെ ചിലവ് കുറയുകയും നമുക്കും ഇത് യൂസ്ഫുൾ ആയി മാറുകയും ചെയ്യുന്നു. രാജ്യത്തിന്റെ സഹകരണ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു വലിയ മാറ്റമാണ് ഇതിലൂടെ ഉണ്ടാകാൻ പോകുന്നത്. ഫുഡ് ഡെലിവറി, ട്രാൻസ്പോർട്ട്, ലോജിസ്റ്റിക് എന്നീ മേഖലകളിലും ഇത് വലിയൊരു ബൂമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് ഭാരത് ടാക്സി, എപ്പോഴാണ് ഇത് നിലവിൽ വരാൻ പോകുന്നത്? 2025 നവംബറിൽ ഡൽഹിയിലാണ് ഈ ഒരു പദ്ധതിയുടെ ആരംഭം. ആ ഒരു പരീക്ഷണം സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ 2025 ഡിസംബറോട് കൂടി ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിൽ ഈ ഒരു പദ്ധതി വ്യാപിപ്പിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. 2026 മാർച്ചോടുകൂടി ഇന്ത്യയിലെ എല്ലാ മെട്രോ നഗരങ്ങളിലും ഈ ഒരു പദ്ധതി എത്തിക്കാനാണ് ലക്ഷ്യം. 2030 1 ലക്ഷം ഡ്രൈവർമാരെ ഉൾപ്പെടുത്തി ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും എല്ലാം ഈ ഒരു പദ്ധതി വികസിപ്പിക്കാനാണ് സർക്കാരിന്റെ ഉദ്ദേശം. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് എന്താണ് ഭാരത് ടാക്സി, എങ്ങനെയാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത്, ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് ഇത് സാധാരണ ജനങ്ങൾക്കും അതുപോലെ തന്നെ ഡ്രൈവർമാർക്കും യൂസ്ഫുൾ ആയി മാറുന്നത് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറയുക. നമ്മൾ ആ ഒരു സംശയങ്ങളെല്ലാം ക്ലിയർ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്കും താഴെ പറയുക. നമുക്ക് അതിന്റെ വീഡിയോസും ചെയ്യാവുന്നതാണ്. പിന്നെ മറക്കണ്ട, ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ. ബോസ്വാല, ബി ദ ബോസ്.